ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണോ എന്ന് വിചാരിക്കണം. ഞങ്ങൾ സുഖമായിരിക്കുന്നുണ്ട്. ഇന്നും ചെറിയൊരു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പാട്ട ഉണ്ടാക്കിയത്. അപ്പം പിന്നെ ഇന്നലെ ഉണ്ടാക്കിയ ചക്കൻ്റെ കൂട്ടാൻ അതാട്ടോ ഞാൻ രാവിലെ കഴിക്കണേ. അപ്പോൾ അത് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് അടിക്കുക കേട്ടോ. മോളും മദ്രസ പോയിക്കാണ്. പിന്നെ ഇക്ക കുളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്, ബാത്റൂമിൽ കുളിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. പോവാൻ ഇക്കാക്ക് 9 മണിയാകുമ്പോഴത്തേന് അവിടെ എത്തണം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഞാൻ ഇക്കാക്ക് ഫുഡ് കൊണ്ടുപോകണം കേട്ടോ. ഫുഡ് അവിടുന്ന് കിട്ടുന്നില്ല, അപ്പോൾ ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ കൊണ്ടുപോകാനുള്ള ചോറ് ഇതാ പാത്രത്തിലോട്ട് വിളമ്പാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. നിങ്ങളൊക്കെയാണ് നമ്മളെ കട്ടക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഉണക്കമീൻ ഇക്കാക്ക് ചോറിന് ഉണക്കമീനും പിന്നെ ഇന്നലത്തെ വ്ളോഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഇന്നലെ ഞാൻ ഉണ്ടാക്കിയ കടച്ചക്കൻ്റെ ഒരു കൂട്ടാനാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് കേട്ടോ. ഇത് രണ്ടും കൂട്ടിയിട്ടാണ് ഇക്ക ചോറ് വയ്ക്കുക. അപ്പോൾ ഇന്നത്തെ ഇക്കാൻ്റെ ലഞ്ച് ഇതാട്ടോ. അത് കവറിലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി മേശപ്പുറത്ത് കൊണ്ട് വെക്കുകയാണെങ്കിൽ ഇക്ക കൊണ്ടുപോകും കേട്ടോ. അങ്ങനെ ഇക്കാക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ആക്കി കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ വീണ്ടും റൂമിലോട്ട് വന്നിക്കാണ്. റൂമിൽ ആകെ ബെഡ്ഷീറ്റൊന്നും മടക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാം. പിന്നെ കുട്ടികളേതായാലും മദ്രസ പോയതല്ലേ, അപ്പോൾ അവർ വരുമ്പോഴത്തേന് ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിങ്ങനെ എല്ലാം വൃത്തിയാക്കുന്നുണ്ട്. അങ്ങനെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ലെവലാക്കി വെച്ചിട്ടോ. ഇനി മറ്റന്നാളെ വെയിൽ ഉദിച്ചതിന് ശേഷമുള്ള ഒന്ന് ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാൻ പറ്റുള്ളൂ. ഇത് ഞങ്ങൾ അടുത്ത വീട്ടിൽ താത്ത തന്ന ബെഡ്ഷീറ്റാട്ടോ. നല്ല ബെഡ്ഷീറ്റല്ലേ, നല്ല പുതിയ ബെഡ്ഷീറ്റാട്ടോ. പിന്നെ നിയമോളെ ടെഡി ബിയറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, കിടക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഈ ഒരു ബെഡ് 900 ഉറുപ്യ കേട്ടോ. ഈ ഒരു ബെഡ് ഇക്ക് ഞാനും നിലത്ത് പായ വെച്ചിട്ടാണ് കിടക്കല്. വെറും പായും പിന്നെ ഒരു കള്ളിത്തുണി. അപ്പോൾ നടുവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇക്കാക്ക് വെരിക്കോസിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഒരു ബെഡ് അങ്ങനെ വാങ്ങിയാട്ടോ. ഒരു മാസം ആവണുള്ളൂ ഈ ബെഡ് വാങ്ങിയിട്ട്. എൻ്റെ ഒരു കവർ ഇനി ഇൻഷാല്ലാ എനിക്ക് തയ്ക്കണം. ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് തയ്ക്കണം അങ്ങനെ. അപ്പോൾ രാവിലെ ഞാൻ ഇതൊക്കെ ഒന്ന് ചെയ്യും കേട്ടോ. കുട്ടികൾ മദ്രസൊക്കെ പോയിട്ട് ചെയ്യും. പക്ഷെ അത് കുറച്ച് നേരം ഇങ്ങനെ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കാണാം ആകെ ബെഡ്ഷീറ്റൊക്കെ ഒരു ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് കണ്ടോ, അപ്പുറം കണ്ടോ. പിന്നെ ഈ ഒരു ഷെൽഫ് ഒന്നുകൂടെ വൃത്തിയാക്കാൻ കേട്ടോ. ആകെ നിരത്തി കിടക്കാണ്. തുണികൾ വെക്കാൻ സ്ഥലമല്ല പറഞ്ഞാൽ ഇതിപ്പോൾ ഇന്ന് രാത്രി ഇക്കട്ട തുണി കേട്ടോ. അത് ഇന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നാളെ രാവിലെ അലക്കും ഞാൻ. 2 ദിവസം കൂടുമ്പോഴാണ് ഈ തുണി അലക്കുക. കാരണം രാത്രി മാത്രമല്ല ഒക്കെ യൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ അതുകൊണ്ടാട്ടോ. പിന്നെ മോൻ്റെ യൂണിഫോം ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കി നല്ല വൃത്തിയിൽ വെക്കണം.
പിന്നെ റിംഗ് ലൈറ്റ്, പിന്നെ ബോട്ടിൽ ക്രാഫ്റ്റ് ഉണ്ടോ, പിന്നെ ക്രയാൻക്കും റിസക്കും കിട്ടിയ ട്രോഫി കേട്ടോ സ്കൂളിൽ. ഇതിൻ്റെ താത്ത ഉണ്ടാക്കിയ ബോട്ടിൽ ക്രാഫ്റ്റ് കേട്ടോ. താത്ത ഉണ്ടാക്കിയ ബോട്ടിലിൻ്റെ ക്രാഫ്റ്റുകളാണ്. അങ്ങനെ പോകാനായിട്ടോ ഗൈസ്, ഇക്ക പോകാനായി. ഇക്ക എണ്ണ എല്ലായിട്ട് ഇവിടുന്ന് 50 രൂപയ്ക്ക് എണ്ണ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. വണ്ടിയിലേ തീരെ എണ്ണ നിൽക്കില്ല ഗൈസ്. ബജാജ് പ്ലാറ്റിനം എന്താ അതൊക്കെ പേര് ഇതിൻ്റെ. തീരെ മൈലേജുള്ള വണ്ടി എന്നൊക്കെ പറഞ്ഞിരുന്നത്. എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അത്യാവശ്യം എവിടെയെങ്കിലും പോകണമെങ്കിലൊക്കെ ഈ വണ്ടിയിൽ തന്നെ പോകല്. അപ്പോൾ ഇക്കതാ ആ കടയിൽ പോയിട്ട് കൊണ്ടേ കൊടുക്കണം. അവിടുന്ന് കൊണ്ടുവന്ന കുപ്പി മറ്റേ ഇതില്ലേ കാളൊക്കെ ഇപ്പോൾ പോകും കേട്ടോ. ഇക്ക പോവാനായി. 9:45 കഴിഞ്ഞു, 9:50 സമയം കണ്ടോ, സമയം 9:50. 1 മിനിറ്റും കൂടെ ഉണ്ട്. 9 മണിയാകുമ്പോൾ കട എത്തണം, പഞ്ചിങ് ഉണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇന്ന് മോനുവിനും സ്കൂളുണ്ട് കേട്ടോ. ഇന്ന് മോനുവിനും സ്കൂളുണ്ട്, യമോക്ക് സ്കൂളില്ല. അപ്പോൾ ഞാൻ യമോളിന്ന് ഇവിടെ ഉണ്ടാവും. നോക്കട്ടെ, ഞാൻ ഈ വീഡിയോയിലേ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പാടവരമ്പ് അതൊക്കെ ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. പറ്റുവാണെങ്കിൽ ഞാൻ അതിൽ ആഡ് ചെയ്യും. ഒക്കെ വർക്ക് ചെയ്യുന്നിടത്ത യൂണിഫോം ആട്ടത്, ദുബായ് ഹൈപ്പർ മാർക്കറ്റ് നൈമ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഫോൺ വലിയ ക്ലിയർ ഇല്ല കേട്ടോ. ചോറോ റൈൻകോട്ട് എടുത്തില്ലേ? ഇക്ക പോകാനായിട്ടോ ഗൈസ്. ഇവിടുന്ന് ഗൈസ് വണ്ടി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ചെറിയൊരു ഗ്യാപ്പല്ല. പിന്നെ അവിടെ ആ തലക്ക കണ്ടോ വണ്ടി, അത് ഭയങ്കര ഒരു ഇടങ്ങാറാണ്. അങ്ങനെ ഇക്ക പോയിട്ടോ ഗൈസ്. ഇക്ക പോയി. ഇനി ഇക്ക 9:15 അല്ലെങ്കിൽ 9:30 ആ ഒരു സമയം ആകുമ്പോഴാണ് ഇക്ക വരിക കേട്ടോ. ചില സമയങ്ങളിൽ നേരത്തെ വരും, ചിലപ്പോൾ നേരം വൈകിട്ട് വരും. അങ്ങനെ കുട്ടികൾ വരുമ്പോഴത്തേനും ഇക്ക മുറ്റടിക്കണം, പിന്നെ അകത്ത് കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ പാടവരമ്പത്തേക്ക് പോകാൻ പറ്റുമോ നോക്കട്ടെ. മഴയാണെങ്കിൽ പോകില്ല കേട്ടോ. മഴ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് ആ ഒരു ജസ്റ്റ് എൻ്റെ നാടും വീടും ഒന്ന് വീട് കാണിക്കുമല്ലോ. വീട് കുറച്ച് അങ്ങോട്ട് പോകണം. പക്ഷേ നമ്മളിവിടെ പാടുണ്ട്, അവിടെ ഞാൻ പോയിട്ട് ജസ്റ്റ് ഒന്ന് വീടെടുത്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ബാക്കിൻ്റെ എല്ലാ പണികളൊന്നും കൈക്കട്ടെ ഞാൻ പെട്ടെന്ന്. തെങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. തിരുമ്പൽ കഴിഞ്ഞു, അടിച്ചൊരു തുടക്കൽ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മോന് സ്കൂളിൽ പോയിട്ടോ. അതൊന്നും എനിക്ക് വീടെടുക്കാൻ പറ്റില്ല, കാരണം ആ ഒരു തിരക്കിലായപ്പോൾ വീടെടുക്കാൻ പറ്റിയില്ല. പിന്നെ മോളിവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുക കേട്ടോ. മോളവിടെ ഇരുന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇനി ഓളെ കുളിപ്പിച്ച് കൊടുത്തിട്ട് എനിക്കും കുളിക്കണം. എന്നിട്ട് പിന്നെ അപ്പത്തിനൊക്കെ ബാങ്ക് കൊടുക്കും കേട്ടോ. ലഹറ് ബാങ്ക് കൊടുക്കാനൊക്കെ ആവും. ഇപ്പം സമയം 10:15 ആവണം കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിയുമ്പോഴത്തേനൊക്കെ ബാങ്ക് കൊടുക്കാനാവുള്ളൂ കേട്ടോ. കുളിയൊക്കെ കഴിയുമ്പോഴത്തേന് പിന്നെ നോക്കട്ടെ. മഴ ഇല്ലാന്നുണ്ടെങ്കിൽ പാടത്ത് പോവാം കേട്ടോ. മഴ ഇല്ലെങ്കിൽ അപ്പോൾ ഫ്രഷായിട്ട് പെട്ടെന്ന് രണ്ടും കൽപ്പിച്ച് വരുമ്പോഴത്തേക്ക് പോകാൻ നിൽക്കാം കേട്ടോ. പാടത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഞാൻ. നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൾക്ക് ജസ്റ്റ് അവിടുത്തെ ചെറിയൊരു വ്യൂ ഒക്കെ കാണിച്ചിട്ട് പിന്നെ ഞാൻ വൈകുന്നേരം മോന് വരുന്ന വരെ ഒരു ചെറിയൊരു വ്ളോഗാണ്, അപ്പോൾ അതുവരെ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ വൈൻഡപ്പ് ചെയ്യും കേട്ടോ. കുറേ ലെങ്ത് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ പാടത്തേക്ക് പോകണ വയ്യൊന്ന് കാണാം കേട്ടോ. പിന്നെ ഞാൻ ചിലപ്പോൾ അവിടെ നിന്ന് വരുമ്പോൾ ജസ്റ്റ് അത് ലൈവ് എടുക്കണം എന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. അങ്ങനെ പോകാൻ നിൽക്കണം. വാതിലൊക്കെ കൂട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ. അങ്ങോട്ട് പോകാം കേട്ടോ. നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഗൈസ് ഇത് സ്കൂളാട്ടോ. സ്കൂളിൻ്റെ ബാക്കിൽ കൂടെയാണ് കേട്ടോ പോവുക. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട്, അംഗനവാടി മുതൽ നിന്ന് ഹയർ സെക്കൻഡറി വരെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ സ്കൂളാണ്. ഞാനൊക്കെ പണ്ട് ഇതിൽ തന്നെ കേട്ടോ സ്കൂളിലൊക്കെ പോയിനത്. ഇതിൻ്റെ ബാക്കിൽ കൂടെ പോയിനെ. പിന്നെ നല്ല മഴക്കാറുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. മഴക്കാറുണ്ട് നല്ലോണം കേട്ടോ. മഴ പെയ്താൽ ഓടേണ്ടി വരും. ഇതൊക്കെ സ്കൂൾ തന്നെ കേട്ടോ. ഇതൊക്കെ സ്കൂളാണ്, വലിയ സ്കൂളാട്ടോ. പിന്നെ ഈ സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് അവിടെ ഒരു പീടിയുണ്ട്, ആ പീടിയേക്കും കൂടി പോകാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകണ ഇതിലാണ്. നല്ലൊരു 1.5 ഇറക്കാണ് ഗൈസ്. ഇറങ്ങാൻ സുഖം, കയറാനാ കരഞ്ഞ് പണി. ഹലോ ഗൈസ്, ചെറുതായിട്ട് ചാറ്റൽ മഴ ചെറുതായിട്ട് കിട്ടോ. ചെറുതായിട്ട് ചാറുന്നുണ്ട്. ഇവിടെ നല്ല 1.5 ഇറക്കാണ് ഗൈസ്. ഇനി കയറുന്നത് എങ്ങനെയാണ് അറിയില്ല ഗൈസ്. അവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ.
ആ പാടം കഴിഞ്ഞാൽ എൻ്റെ വീടാട്ടോ. നമ്മളിപ്പോൾ പാടത്തേക്ക് എത്തിട്ടോ, ഏകദേശം എത്തി പാടത്തേക്ക്. കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? ഇതൊക്കെ പാടം. ഞങ്ങളങ്ങനെ ഒട്ടും പോകുന്നില്ല കേട്ടോ. ഇപ്പോൾ ഞാനും റിസയും കൂടി ഇപ്പോൾ പാടത്തേക്ക് പറഞ്ഞപ്പോൾ തന്നെ റിസക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാവും. അത് അവിടെ ഒരു അങ്ങാടി കാണുന്നുണ്ടോ? ആ റോട്ടിൽ കൂടെ അതാട്ടോ മെയിൻ റോഡ്, അതിൽ കൂടെ പോവുകയും ചെയ്യാം കേട്ടോ. മെയിൻ റോഡല്ല, ബസ്സിൽ ഓർ ഇതൊക്കെ പോവും അങ്ങനെ. പിന്നെ ഇതാണ് പാടം. ഇവിടെ പൂള പറിച്ചലൊക്കെ ഉണ്ടാവും നല്ലോണം. ആ ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് മങ്കട അറിഞ്ഞ സ്ഥലം കേട്ടോ. അങ്ങനെ ജസ്റ്റ് ഇത് അത്ര തന്നെ ഉള്ളൂ. പിന്നെ അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു ഉള്ള സംഭവം മിനാരം കണ്ടോ, പള്ളീൻ്റെ മിനാരം. അതാണ് വലിയ പള്ളി കേട്ടോ. അങ്ങനെ ഈ അടങ്ങിക്ക് ഇത്ര ഉള്ളു ഗൈസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പാടം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. പിന്നെ അവിടെയൊക്കെ വീടുണ്ട്, പാടത്തൊരു വീടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു കവുങ്ങിൻ്റെ തോട്ടം കാണില്ലേ, അതിൻ്റെ അവിടെയൊക്കെ ആയിട്ടാട്ടോ എൻ്റെ വീടുള്ളത്. ഞാനിപ്പോൾ അങ്ങോട്ട് പോണില്ല, ഇനി മഴ വന്നാൽ പിന്നെ കുടുങ്ങും. കണ്ടോ നല്ല മഴക്കാറുണ്ട് കേട്ടോ, മഴക്കാർ നല്ലോണം ഉണ്ടല്ലേ. കുളം നല്ലത് ഇറ്റങ്ങൾക്ക് കുട്ടികൾക്ക് ഇതൊക്കെ കാണാൻ വലിയൊരു അത്ഭുതം കേട്ടോ. അത്ഭുതം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ എടുക്കും പോലൊന്നും കണ്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് മഴക്കാർ ഇങ്ങോട്ട് നീങ്ങി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ നമ്മളെ പാടല്ല, നമ്മളെ ഈ ഏരിയയിലുള്ളൊരു പാടം വരമ്പൊക്കെ. ഇവിടെ കുറേ പഞ്ചായത്തുകാരുണ്ടാക്കിയാൽ തോന്നുന്നുണ്ട് ഈ കമ്പിൻ്റെ കാര്യങ്ങളൊക്കെ. ആദ്യം ഇങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഞാൻ കുറേ ആയിക്കോട്ടെ ഇങ്ങോട്ടൊക്കെ വന്നിട്ട്. പണ്ട് ഞങ്ങൾ സ്കൂൾ വിട്ടെന്നാൽ തിരുമ്പാൻ വെള്ളമില്ലാത്ത സമയത്ത് തിരുമ്പാൻ ഇവിടെ പോയി. ഞാൻ കാണിച്ചു തരാം. ആ ഒരു ചെറിയൊരു ഇത് കാണുന്നുണ്ടോ, ചെറിയൊരു മെഷീൻ പെര പോലെ കാണുന്നുണ്ടോ? ഗൈസ് ഫോക്കസ് ആവണില്ല. അവിടെ കേട്ടോ ഞങ്ങൾ തിരുമ്പാനും ഇതിനൊക്കെ പോയിന്, അലക്കാനും ഇതിനൊക്കെ പോയിനത് അവിടെ കേട്ടോ. വെള്ളമില്ലാത്ത സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്ത് പോലുണ്ട് ഞങ്ങൾ അലക്കാനും കുളിക്കാൻ പോലെ അലക്കാൻ. പിന്നെ ഞങ്ങളെ കോഴിക്കോടത്തെ അമ്മായിൻ്റെ മക്കളൊക്കെ വരുന്ന പണ്ട് അവിടെ സൂര്യകാന്തിൻ്റെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പോൾ വെറും പൂള, വാഴ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇനി ഞാൻ നേരെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് കുറച്ച് നേരം ലൈവ് ഒന്ന് എടുക്കാനുണ്ട്. ഉണ്ടോ ഞങ്ങൾ ആ ഒരു കുന്ന് ഇറക്കിറങ്ങിയിട്ടാണ് വന്നത്. ഇവിടെയൊക്കെ വീടുകളുണ്ട് കേട്ടോ. കണ്ടോ നല്ലോണം മഴ വരുന്നുണ്ട് കണ്ടോ. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. മോന് സ്കൂൾ വിട്ട് വന്നിട്ട് നമുക്കിനി ബാക്കി എടുക്കാട്ടോ വീഡിയോസ്. ഇനി മഴ വന്നാലേ ആകെ കുടുങ്ങും. കുട ആകെ റിസമോളെ ആകെ ഒരു കുടയേ ഉള്ളൂ. എനിക്ക് കുടമൊന്നുമില്ല. എൻ്റെ ഒരു കുട ഉണ്ടായി, അത് കേടന്നു. ശരിയാക്കാൻ പറ്റൂല. 2-3 വട്ടം ശരിയാക്കാൻ പറ്റൂല. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. നമ്മളെ ഈ പാട വരുമ്പോഴത്തെ ഒരു ചെറിയൊരു ക്ലിപ്പ് എടുത്താൽ കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും? നല്ല രസമാട്ടോ കാണാൻ. രാത്രി നല്ല അടിപൊളി തരം, നല്ല കാറ്റുണ്ടാവും. ബിൽഡിങ് അല്ല, വീടാണ്. അതിന് മേലൊരു വീട് കിട്ടുക, നല്ല മേലെ ഞാൻ കാണിച്ചത്. മോള് പറഞ്ഞ ബിൽഡിങ് പറഞ്ഞ ഇതാട്ടോ, അതൊരു വീടാണ് ഗൈസ്. കേട്ടോ ആ ഒരു കുന്നിൻ്റെ മുകളിലൊരു വീടുണ്ട്. കുന്നിൻ്റെ മുകളിലൊരു വീടുണ്ട്. അപ്പോൾ ശരി, വൈകുന്നേരം കാണാം. അപ്പോൾ എൻ്റെ റീസൻ്റെ ഒരു ഉറക്കം കഴിഞ്ഞു. പിന്നെ മോനൊക്കെ സ്കൂളൊക്കെ വിട്ട് വന്നു കേട്ടോ. മോന് ചായ എടുക്കട്ടെ. ചായ എടുത്തിട്ട് പിന്നെ എനിക്കൊരു രാത്രിക്കൊക്കെയുള്ള ചോറ് വെക്കണം, പിന്നെ പരിപ്പ് കറി വെക്കണം. അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഇവിടെ പുണ്ണുണ്ടായിട്ട്, ചുണ്ടിൻ്റെ അവിടെ പുണ്ണുണ്ടായിട്ട് ഭയങ്കര വേദന, സംസാരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതോട് കൂടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇത്രയും കൂട്ടുകാരെ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരോടും ബൈ, ടേക്ക് കെയർ.